ഇന്ന് നമുക്കിനിയും നോക്കുമ്പോൾ കുറച്ച് സമയം കൂടെ ബാക്കിയുള്ളൂ എന്നുള്ളൊരു വലിയ ഒരു ഭീതി മനസ്സിൽ കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ഓടി നടന്നാലും പ്രചാരണത്തിന് മതിയാവില്ല, സമയം മതിയാവില്ല എന്നുള്ള തോന്നലൊക്കെ തോന്നിത്തുടങ്ങി. കൂടാതെ പല സ്ഥലത്ത് വെച്ചും ഒരു സമയം ലാഗ് ചെയ്തു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ പലയിടത്ത് പോകുമ്പോഴും അതിനുള്ള ഒരു അവസരം പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ പ്രശ്നമല്ല. ഇന്ന് രാവിലെ 10 മണിക്ക് വൈസ്മെൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ 3 കാൻഡിഡേറ്റിനെയും കൂടെ പൊതുജനത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല പരിപാടി അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കാൻഡിഡേറ്റും വേദിയിൽ ഉണ്ടാവണം. അപ്പോൾ ആ 3 പേരുടെയും മാറ്റുരയ്ക്കുന്ന ഒരു പരിപാടിയാണ്. 3 കാൻഡിഡേറ്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നു, ഓഡിയൻസിൽ നിന്ന് അവരോട് ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് നടക്കേണ്ടിയിരുന്നത്. പക്ഷെ 10 മണിക്ക് വിളിച്ച് പറഞ്ഞു മറ്റവർ 2 പേരും ലേറ്റ് ആവും, അതുകൊണ്ട് മാഡം 11 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, 11 മണിക്ക് എനിക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഞാൻ അവിടെ 10:45 10:45 ആകുമ്പോൾ എത്തും, അവർ വന്നാലും ഇല്ലെങ്കിലും നമുക്ക് തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനവിടെ 10:45 എത്തി. അപ്പോൾ പറഞ്ഞില്ല 10:45 പ്രശാന്ത് വരും, വന്നോളൂ, LDFിൻ്റെ സ്ഥാനാർത്ഥി വരും, മാഡം വന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ച് തീരുന്നത് വരെ LDF സ്ഥാനാർത്ഥി വന്നില്ല. അവർക്ക് പേടിയാണ്, 2 പേരും വന്നില്ല. LDF സ്ഥാനാർത്ഥി വന്നില്ല, UDF സ്ഥാനാർത്ഥി വന്നില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കാനായിട്ട് അവർക്ക് ധൈര്യമില്ല, പ്രസംഗിച്ച് നിൽക്കാൻ അവർക്ക് പറ്റുന്ന. ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് അവിടെ ഇരുന്ന് ആരോ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അയാളെ മുക്കിനെങ്ങാണ്ട് നിൽപ്പുണ്ടായിരുന്നു. പറഞ്ഞ് മാഡം പ്രസംഗിച്ച് ഇറങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ ആൾ കയറി വന്നു. അപ്പോൾ അതുകൊണ്ട് കൈ കൊടുത്ത് ശരി എന്ന് പറഞ്ഞ് ഇറങ്ങി ഞാനിങ്ങ് പോന്നു. അപ്പോൾ അവിടെയുള്ള സംഘാടകർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടായി. കാരണം ജേക്കബ് ജോർജ് എന്ന് പറയുന്ന വളരെ പ്രശസ്തരായിട്ടുള്ളൊരു പത്രപ്രവർത്തകനാണ്, ഇതിൻ്റെ മോഡറേറ്റർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഭാവിയിൽ വിഭാവന ചെയ്തതുപോലൊന്നും പ്രോഗ്രാം നടന്നില്ല. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിച്ചു, കുറേ പേര് ചോദ്യം ചോദിച്ചു, അതിന് ഞാൻ മറുപടി പറഞ്ഞു, കുറേ കയ്യടി കിട്ടി, ഞാൻ ഇറങ്ങി ഇങ്ങനെ പോന്നു. അത് മീറ്റ് ദ കാൻഡിഡേറ്റ് ഒന്നും ആവില്ല, അത് ഒരു കാൻഡിഡേറ്റിനെ മീറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മീറ്റ് ദ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ് എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു പ്രോഗ്രാം അല്ല അവർ അറേഞ്ച് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ കുറേ സമയം മെനക്കെടുത്തിയതല്ലാതെ ഞാൻ ഇന്നത്തെ ഒരു കാര്യം കൊണ്ട് കുറച്ച് പേരെങ്കിലും ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നു. കാരണം അവിടെ കുറച്ച് LDFകാർ ഇരിപ്പുണ്ടായിരുന്നു, അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അയാൾ VK പ്രസാദിൻ്റെ പ്രകടന പത്രികയൊക്കെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന 1750 കോടി രൂപയുടെ എന്ന് പറഞ്ഞ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, മാഡത്തിന് അതെങ്ങനെയാണ് അത് പറയാൻ പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം ഇരിക്കുന്ന 10 വിജിലൻസ് എൻക്വയറിയുടെ പുറത്ത് ഞാൻ ഉറപ്പ് നൽകുന്നു, ഞാൻ MLA ആയാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം പിടിച്ചിട്ട് 30 വിജിലൻസ് എൻക്വയറി കൂടി ഇയാൾക്കെതിരെ വരും. അത്രയും വിട്ടിട്ടമാണ് അയാൾ ഇതിനകത്ത് എഴുതി വെച്ചിരുന്നത്. ഞങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി 1750 കോടി രൂപ, അത് എക്സ്പ്ലെയിൻ ചെയ്യുമോ ആദ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോന്നു. കാരണം അത്രയ്ക്ക് അഴിമതി ആശാൻ. അപ്പോൾ അവിടെ ആരോ പറയുന്നുണ്ടായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം, തിരുവനന്തപുരം കണ്ട ഏറ്റവും നല്ല മേയറായ VK പ്രസാദ് എന്ന തേങ്ങ എന്ന് പറയണമെന്ന് എനിക്ക് തോന്നി അവിടെ ഇരുന്നുകൊണ്ട്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ മേയറാണ് തിരുവനന്തപുരം കണ്ട അഡ്വക്കേറ്റ് VV രാജേഷാണ് തിരുവനന്തപുരം ഇതേവരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മേയർ. യാതൊരു സംശയമില്ലാതെ ജനങ്ങൾ പറയുമ്പോൾ അവിടെ കമ്മികൾ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ജനം പറയുന്നത് നമ്മൾ ഉൾക്കൊള്ളുക. അവർ പറയുന്നുണ്ട്, അവർക്ക് മതിയായി എന്ന് പറയുന്നുണ്ട്, എല്ലാവരും ഇപ്പൊ കൂടെ നിൽപ്പുണ്ട്. അതോടൊപ്പം നിങ്ങൾ തരുന്ന LJP തരുന്ന നിങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് എനിക്ക് വലിയ മതിക്കാനാവാത്തതാണ്. താങ്ക് യു സോ മച്ച്. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്തു. എനിക്ക് റീജയുടെ കാര്യം അറിയാം. ഞാൻ കൗൺസിലറായിട്ട് മത്സരിക്കുന്ന സമയത്തും റീജ കുറേ ദിവസം എൻ്റെ കൂടെ വന്ന് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ കുഞ്ഞനിയത്തിയാണ്. അപ്പോൾ റീജ ചേച്ചി എനിക്കറിയാം അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് എനിക്കറിയാം. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി, ഒരുപാട് പിന്തുണ. നമുക്കിപ്രാവശ്യം നേടിയിരിക്കണം. തീർച്ചയായിട്ടും ഇവിടെ NDA സ്ഥാനാർത്ഥി ജയിച്ച് വരണം. അത് ഉറപ്പായിട്ട് വട്ടിയൂർക്കാവിന് കേന്ദ്രം ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. വളരെ ആകാംക്ഷയോടുകൂടി നമ്മുടെ കേന്ദ്ര നേതൃത്വം, സംസ്ഥാന നേതൃത്വം, ഇവിടുത്തെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു നിയോജക മണ്ഡലം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏത് പത്രവാർത്ത വന്നാലും ആദ്യം വട്ടിയൂർക്കാവിൽ ത്രികോണ മത്സരം, വട്ടിയൂർക്കാവിൽ തീപ്പൊരി എന്നൊക്കെ പറഞ്ഞാണ് പറയുന്നത്. അപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നതാണെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നേടിയെടുക്കാനാവും എന്നുള്ള നല്ല ശുഭപ്രതീക്ഷയുണ്ട്. എല്ലായിടത്തും ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷമമേ ഉള്ളൂ. കാരണം പലരും പറയുന്നുണ്ട്, ഇങ്ങോട്ട് കണ്ടില്ലല്ലോ, മാഡത്തിനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ എല്ലായിടത്തും കൂടെ പോകാൻ പറ്റില്ലെങ്കിലും എനിക്ക് ഉറപ്പാണ് ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിച്ചു വരും. അപ്പം നമുക്ക് ഈ ആഘോഷം നമുക്കിനി ഒരു ദിവസം കൂടെ ഇവിടെ കൂടി ഓറഞ്ച് ലഡു, ചുവപ്പ്, പച്ച കളറൊക്കെയുള്ള ലഡു, നിങ്ങളുടെ നീല ഉണ്ടല്ലേ, വയലറ്റ്, ചുമപ്പ്, പച്ച,
ഈ ലഡു ഒക്കെ കളറിലെ ലഡു ഉണ്ടാക്കി നമുക്ക് ഇവിടെ വെച്ച് കഴിക്കണം, നമുക്ക് പൂത്തിരി കത്തിച്ച് ആഘോഷിക്കണം. ഏറ്റല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.